ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഞാൻ മഴ തുടങ്ങുന്ന മുന്നേ വിചാരിച്ചത് നാരങ്ങ കുറച്ച് അച്ചാർ ഇട്ട് വെക്കാമെന്നുള്ളത്. എനിക്ക് നാരങ്ങ അച്ചാർ ഇഷ്ടം, മക്കൾക്ക് മാങ്ങ അച്ചാർ ഇഷ്ടം. അധികം നമ്മൾ എരിവൊന്നും ഉപയോഗിക്കുന്നില്ല, എരിവും എണ്ണയും ഇല്ലാണ്ട് അച്ചാറുണ്ടാക്കുന്ന. ഒരു 20-25 എണ്ണം നാരങ്ങയുണ്ട്, അധികം വലിപ്പമൊന്നുമില്ല. പിന്നെ നാരങ്ങ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ എന്താ പറയുക, പൊങ്ങി നിൽക്കുന്ന തോലുള്ള നാരങ്ങ എടുക്കാറ്. ചെറിയ നാരങ്ങ, നല്ല നല്ല ഷേപ്പായിട്ടുള്ള നാരങ്ങ ഉണ്ടാവുമല്ലോ, അതിലാണ് നിറയെ വെള്ളം ഉണ്ടാവുക. അങ്ങനത്തെ നാരങ്ങ നോക്കിയെടുക്കണം. പിന്നെ നല്ലോണം കഴുകി ഒരു തോർത്തുകൊണ്ട് ടവലുകൊണ്ട് നല്ലോണം തുടച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യൽ. എന്നിട്ട് കുരു മാറ്റുക എന്ന് വെച്ചാൽ കുരു ഉള്ളുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് കൈപ്പടിക്കും. അതുകൊണ്ടാണ് കുരു മാറ്റാൻ പറയുന്നത്. ഇത്രയും കുരുണ്ട്, അത് കുഴിച്ചിടാം. മുളക്കുമോ നോക്കാമല്ലോ. മുളക്കും, പക്ഷേങ്കിൽ നാരങ്ങ ഉണ്ടായി കിട്ടാൻ കുറച്ചൊരു കഷ്ടപ്പാടാണ്. പിന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ പോലെ നല്ലോണം കഴുകി തുടച്ച് വെക്കുക. ഒരു തുള്ളി വെള്ളം ഉണ്ടാവുക. നാരങ്ങ വേഗമാണ് പൂപ്പ് വരിക. പിന്നെ കല്ലുപ്പ് നിർബന്ധം. കല്ലുപ്പിട്ട് ഞാനൊരു മൂടി വെച്ചിട്ടൊന്ന് കുലുക്കിയിടുക. കൈകൊണ്ട് തൊടുകയും ചെയ്യേണ്ട, നല്ലോണം കുലുക്കി വെക്കുക. ഇത് എപ്പോഴാണ് ഇതിൻ്റെ കളറ് മാറുന്നത് അത്രയും ദിവസം ഇത് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദിവസവും 1-2 പ്രാവശ്യം ഇത് എടുത്തിട്ട് മൂടി വെച്ച് കുലുക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കുക. നാരങ്ങ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഉപ്പും പിന്നെ നാരങ്ങേൻ്റെ നീരും എല്ലാം കൂടി നല്ലോണം ഉപ്പിലിട്ട നാരങ്ങ പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അടിപൊളി. ഇത് കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നു. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സംഭവങ്ങൾ അതിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നിറയെ പെരിഞ്ജീരകം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ഗ്രാമ്പു. പിന്നെ വേണം കുറച്ച് മല്ലിയില്ലേ, അതും കുറച്ച്. അതൊരു ടേബിൾ സ്പൂണ് നിറച്ചെടുത്താം. ഇത് വറക്കണ്ട, ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതൊന്ന് മിക്സിയിൽ തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണം അതേ പാനിൽ തന്നെ, പാനിന് ചൂടുണ്ട്, പക്ഷേങ്കിൽ പിന്നെ ഞാനത് ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. അതിലേക്ക് കുറച്ച് അയമോദകവും പിന്നെ കരിഞ്ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അത് ആ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ചൂടായിക്കോളും. പിന്നെ ഈ നാരങ്ങ ഉണ്ടല്ലോ, അത് ഡിവൈഡ് ചെയ്തിട്ട് 2 ബൗളിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മുടെ ഈ പൊടിച്ചെടുത്ത പൊടി 2 ടീസ്പൂണോളം അതിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കരിഞ്ജീരകവും അയമോദകം ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അത് ഉപ്പ് ചേർത്ത് കൊടുത്ത്, നമ്മളെ റെഡ് ഉപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി, കാശ്മീരി മുളക് പൊടി ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അച്ചാറിട്ടത് അത് മാറ്റി വെച്ച് ഇനി നമ്മൾ അടുത്ത ബൗൾ എടുക്കുക. അടുത്ത ബൗളിലേക്ക് ഇതേപോലെ തന്നെ ആദ്യം ചേർത്ത് കൊടുത്തതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. പക്ഷേ അതിൽ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി.
ആദ്യത്തെ ബൗളിലിട്ടതുപോലെ ഇടണ്ട, അതിൽ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ആണി വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി തണിച്ചെടുത്തതാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് എരിവിലും ഒന്ന് മധുരത്തിലാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഓയിൽ, പിന്നെ അധികമായിട്ട് ഉപ്പ് ചേർത്തുന്നില്ല, മുളകും ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല.